4-5 ഉറുപ്പിയുടെ ഫിറ്റിംഗ്സ് ഉണ്ടാവില്ല. 4-5 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉള്ള അടിപൊളി താറാണ്. 4x4 AC ഫാസ്റ്റ് സ്റ്റാറിംഗ് വണ്ടി. നമ്മളെ ആൾക്കാർ വന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. ലോണൊക്കെ എത്ര കയറുന്നാല്? ഇത് ലോണ് 2.5-2.4 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ വണ്ടി ഉണ്ടെങ്കിൽ കസ്റ്റമർ എങ്ങനെ നോക്കിട്ട് നമ്മൾ ചെയ്തു മാക്സിമം ചെയ്ത് 3,10,000 റുപ്യക്ക് കൊടുക്കാം. നമുക്ക് കൊടുക്കാം. 3.10 കൊടുക്കാം. എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാണ്ടാവോ? എന്തെങ്കിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോഴൊക്കെ നമ്മൾ അറിയണ്ടോലും കാര്യങ്ങളൊക്കെ ലോണ് ഒരു 6 റുപ്യ 5 രൂപ 6 രൂപ എന്തായാലും മാക്സിമം പ്രൊഫൈൽ എങ്ങനെ അതിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്തു. നമ്മളെങ്ങനെ ഏകദേശം ഒരു 2-2.5 ആഴ്ച ശേഷം വീണ്ടും മലപ്പുറം മച്ചിങ്ങുള്ള MK മോട്ടോഴ്സിലെ വീണ്ടെത്തിക്കണ്ട കണ്ടമാനം വണ്ടികൾ കുറെ സ്റ്റോക്ക് അറിയുകളോ ഏകദേശം ഒരു 10, 60, 65ഓളം വണ്ടികളുണ്ട്. 2 പാർട്ട് വീട് വരെ നമ്മളെ കോളില് ബാബാക്ക് നമ്മളെ ബാബാക്ക് ചെറിയ കരിയും ചെറിയൊരു പനി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ടല്ലേ? ലൊക്കേഷൻ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോട്ടിന് ക്ലാസിക് ഉണ്ടായതിന്റെ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് MSM ഓഡിറ്റോറിയത്തിന്റെ അടുത്ത്. ഇത് രണ്ടിന്റെ അടിയിലാണ് വരികയാണെങ്കിൽ തന്നെ മച്ചിങ്ങല് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. കോഴിക്കോട്ട് നിന്ന് വരുന്നവനാണെങ്കിൽ മലപ്പുറത്ത് മച്ചിങ്ങല് ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കില് മലപ്പുറം ഭാഗത്തുനിന്ന് കോഴിക്കോടോട്ടേക്ക് പോകേണ്ടവനാണ് പാലക്കാട് കോഴിക്കോട് ഹൈവേയില് മച്ചിങ്ങൽ ഇറങ്ങിയാൽ നേരെ തിരിഞ്ഞാൽ നമ്മളെ ഷോപ്പ് കാണും. എങ്ങനെ പോയാലും നമ്മളെ ഷോപ്പ് നമ്മൾ പറയണ്ടേ എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുള്ളൂ? നമ്മളടുത്ത് ഏകദേശം കുറഞ്ഞൊരു 65 മുതൽ സ്റ്റാർട്ടിങ്. സാൻഡ്രോകള് 67 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഏകദേശം ഒരു 8-10-12 ലക്ഷം വരെയുള്ള വണ്ടികളുണ്ട്. ഈ ട്രാവലർ ബസ് അങ്ങനത്തെ കണ്ടോ? ട്രാവലർ നമ്മളടുത്ത് ഇപ്പൊ ഒരു 19 സീറ്റ് വണ്ടി ഉണ്ട്, 26 സീറ്റ് വണ്ടി ഉണ്ട്. ഒക്കെ കൊടുക്കാനുള്ളതാണ്. കൊടുക്കണോ ഓടണുണ്ട്, അതിന്റെ ഇടയിൽ കൊടുക്കും ചെയ്യും, എല്ലാം ചെയ്യുമല്ലോ. അങ്ങനത്തെ അങ്ങനെ വിളിക്കട്ടോ. അതേപോലെ മേജർ ആക്സിഡന്റ് ഫ്ലോട്ടും ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി എങ്ങനെ കൊടുത്തോ എഴുതി ഒപ്പിട്ട് എങ്ങനെ കൊടുക്കാം. മേജർ ആക്സിഡന്റ് അപ്രോണ് പോയത്, തട്ടിയത്, കുത്തിയത്, ഫ്ലഡ് ഒരു വണ്ടി ഉണ്ടാവില്ല, നമ്മൾ കടിയിൽ ഉണ്ടാവില്ല. അത്ര ഗ്യാരണ്ടി ആണല്ലേ? അതാ പറഞ്ഞത്. ഏതെങ്കിലും വല്ല മാറ്റത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഡീലർമാർക്ക് കൊടുക്കും. കസ്റ്റമർ വരികയാണെങ്കിലും നമ്മൾ പറഞ്ഞാണേ കൊടുക്കും. പറയാൻ ഉണ്ടാവില്ല നമ്മൾ എടുത്ത് വണ്ടി, നമ്മൾ അങ്ങനെ എടുക്കലില്ല. നല്ല വണ്ടി ഞാൻ അപ്രോണ് പോയ വണ്ടി മാറിയിട്ട് നമുക്ക് കാര്യമില്ല. അതിനെക്കാട്ടും നല്ല നമുക്ക് നല്ല വണ്ടി വിൽക്കാൻ ഒരു ടെൻഷനും ഇല്ലല്ലോ. ഒരു ടെൻഷനും ഇല്ല. നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോ പത്തെണ്ണത്തിന് പോകുമ്പോ നോക്കി എടുക്കുമ്പോ ഒന്നേ കിട്ടുള്ളൂ. നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോ നമുക്ക് മോശമാക്കരുത്. അൽഹംദുലില്ലാ കുഴപ്പമില്ല. ഇപ്പൊ 2 ആഴ്ചന്റെ അടുത്തല്ലേ വണ്ടികളൊക്കെ മാറി. വീഡിയോ ഇട്ടാത്ത വണ്ടികൾ കുറെ കൊടുത്തു, അതും പോയി. അൽഹംദുലില്ലാ കുഴപ്പമില്ല. അത് പോണ്ട്. കിളിക്കുഞ്ഞ് താറ് നമ്മള് ഈ വീഡിയോയിൽ ഫസ്റ്റ് നമ്മള് താറ കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം. 5 ലക്ഷം ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി ഒക്കെ വീഡിയോ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിലേക്ക് കഴിഞ്ഞ് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ പറഞ്ഞ വീഡിയോയിലേക്ക് പോകാം. ബാബാക്ക നല്ല അടിപൊളി ഫസ്റ്റത്തെ പാർട്ടത്തെ വണ്ടി, നല്ല അടിപൊളി മഞ്ഞക്കളി താറന്നെ ആയിക്കോട്ടെ. ഫുൾ ഫിറ്റിംഗ്സിലെ ഫുള്ള് ഫിറ്റിംഗ്സാ. എത്ര പേര് ഫിറ്റിംഗ്സ് ഇതിന് എന്തായാലും ഇപ്പൊ എങ്ങനെ പറയാ, 4-5 ഉറുപ്പിയുടെ ഫിറ്റിംഗ്സ് ഉണ്ടാവില്ല. 4-5 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉള്ള അടിപൊളി താറാണ്. 4x4 AC ഫാസ്റ്റ് സ്റ്റാറിംഗ് വണ്ടി. CRDI ടയറൊക്കെ എന്തെല്ലാം അലവിലൊക്കെ ഉള്ളത്, ലൈറ്റ് കാര്യങ്ങള് എല്ലാ സംഭവം ഇതൊക്കെ ഇരുമ്പാണല്ലേ? ഇത് ഇരുമ്പല്ല, ഇതൊരു ഇങ്ങനത്തെ ഫൈബറിന്റെ കോട്ടിങ്ങുള്ള സാധനം. ഇരുമ്പ് മാരാണല്ലേ? ഇതൊക്കെ ഇരുമ്പാ. ഒക്കെ ഇരുമ്പാണല്ലേ? ഇത് ഇരുമ്പാണ്. കാരിയർ കാര്യങ്ങളുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. ഉള്ളൊക്കെ വർക്ക് എടുത്തണം, എല്ലാം ഉഷാറാക്കി. 5 അലവിലും ഉണ്ട്. 5 അലവില് 5 പുത്തൻ ടയർ, കരിമ്പുത്തൻ ടയർ. അതേനെ നല്ലൊരു എമൗണ്ട് വരും. പിന്നെ ഇതിന്റെ പ്ലാറ്റ്ഫോം ഫുള്ള് അലൂമിനിയം അടിച്ചതാ. അലൂമിനിയം അടിച്ച സംഭവമാണല്ലേ? ഓ, തുരുമ്പ് സംഭവം വരൂല. വെള്ളത്തുകൂടിയും പോകാം, കരിക്കൂടിയും പോകാം, വെള്ളത്തുകൂടിയും പോലെ. ഇന്നോവന്റെ ചെയ്താണ്, ഫുള്ള് ചെയ്താണ്. ഇത് എത്രയൊക്കെ പോകാൻ പറ്റുക? നമ്പറൊക്കെ ഫാൻസി നമ്പർ KL 46H2222. പിന്നെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ AC ഫാസ്റ്റ് സ്റ്റാറിംഗ് 4 ഡോർ 4 ഇല്ല, 4x4 വണ്ടിയില്ലേ? 4x4 ഏസിന്റെ ഫാസ്റ്റ് സ്റ്റാറിംഗ് ഉണ്ട്. 4x4 വണ്ടി 2 ഡോർ പവറിന്റെ ഫിറ്റഡ് ചെയ്തു. ഉള്ളില് ഫാനൊക്കെ ഉണ്ടല്ലോ? ഫാനും കാര്യണ്ട്, ഏസിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാം ഉഷാറൊക്കെ. സീറ്റൊക്കെ അല്ല മിയാമിയ സീറ്റ്. ഇത് എത്ര ഓടികൾ പറയാ? 70 ഓട്ടം, 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പിന് ആരാ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസുകൾ ചോദിക്കണ്ട.
ഇല്ലല്ല ഒന്നും ചെയ്യാ റീപ്ലേസ്മെന്റും തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഫിറ്റിംഗ്സ് മാത്രം വെച്ചാൽ അതില്. അതെ. എത്ര ചോദിക്കണ്ടേ? ഇത് 6.25 ലക്ഷം റുപ്യ ലാസ്റ്റ് നമ്മൾ ഫൈനൽ ചെയ്ത് കൊടുക്കാം. ലോൺ കയറൂലേ? ലോൺ നമുക്ക് ഒരു 4-4.5 കസ്റ്റമറിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്തു മാക്സിമം ചെയ്ത് കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. ഇത് എത്ര മൈലേജ് 10-12 പ്രതീക്ഷ ആ ലെവലിലൊക്കെ കയറുള്ളൂ അല്ലേ? പിന്നെ ഒരു പുകക്കോയിലൊക്കെ ഉണ്ട്, വെള്ളത്തിന്റെ അടികൂടെ പോയാലും കൂടൂല. 100 വരെ പോകലെ. അതാ അതിന്റെ ഒരു മെച്ചം വരുന്നില്ലേ? എന്തായാലും ഒരു 4-5 ലക്ഷം റുപ്യന്റെ ഉള്ളില് ലോൺ കയറും. എങ്ങനെ അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാലല്ലേ? ചെയ്ത് കൊടുക്കാം. അടുത്ത പിന്നെ ഫോർച്യൂണർ ആണല്ലോ. ഫോർച്യൂണർ ഇത് 2010 ഒറിജിനൽ കേരള വണ്ടി. 10 ഒറിജിനൽ കേരള വണ്ടിയാണ്. ഈ 12 റിയായ വണ്ടി വരാണ്ട്, 10 റിയായ ന്യൂ ഷേപ്പ് ഒക്കെ മാറിയ വണ്ടി വരാണ്ട്, കുറച്ച് വരാണ്ട്. അപ്പൊ 3-4 വരാണ്ടല്ലേ? അതൊക്കെ നാളെ അടുത്ത ആഴ്ചയിലൊക്കെ ഇറങ്ങും. ഇറങ്ങുമല്ലേ? ആവശ്യക്കാര് വിളിച്ചാൽ അതും കൊടുക്കും. നമ്മള് കൊടുക്കാൻ പറ്റും. എത്ര ഓടിക്കണ്ടായിരുന്നേ? ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓട്ടം ഓടിക്കണ്ടല്ലേ? 2ാമത്തെ ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല. ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. ഫാൻസി നമ്പർ ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്, ഫാൻസി നമ്പറും ഉണ്ട്. അതിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ. കരിമ്പുത്തൻ ടയറൊക്കെ ഉണ്ടല്ലേ? എല്ലാ സംഭവം സെറ്റ് വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ചോദിച്ചണ്ട. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. രണ്ടാളും കറുപ്പല്ല, ഇങ്ങളും കറുപ്പാണ്, വണ്ടി കറുപ്പാണ്. ബ്ലാക്ക് എഡിഷൻ പാവാക്കാണ് ആ കറുപ്പ്. അതാറുണ്ട്. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണെന്നാല്? ഇത് നമ്മൾ 10.25 ലക്ഷം റുപ്യ ചോദിക്കണ്ടേ? 10.25 ലക്ഷം ചോദിക്കണ്ടേ? നമ്പർ 8 നമ്പർ കേരള 46D8. അതും കേരള 46 തന്നെ ഉള്ളല്ലേ? എത്ര ചോദിക്കണ? 10. അതെ, ഇത് 10.25. ലോൺ എത്ര കയറും? ഇത് നമുക്ക് ലോണ് ഒരു 6 റുപ്യ, 5 രൂപ, 6 രൂപ. എന്തായാലും മാക്സിമം പ്രൊഫൈൽ എങ്ങനെ അതിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്തോക്കാം. നല്ല അടിപൊളി താറ് 4x4 ഉണ്ടാകാം. 4x4 മാനുവൽ ഉണ്ടാകാല്ലേ? അടുത്തുണ്ട് അടിപൊളി ക്രിസ്റ്റ വി ഓപ്ഷൻ വണ്ടിയാ. വി ആണ് ഓപ്ഷൻ തന്നെ, ഫുൾ ഓപ്ഷൻ. ഇത് സെഡിന്റെ അലോയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണോ, സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1.23 ജെന്യൂൻ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ്. സർവീസ് സർവീസിലുണ്ട്. എത്ര ഓടിക്കണ? ഇത് 1.28 26 അങ്ങനെ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പില്. റീപ്ലേസ് ഒന്നുമില്ല, ഒരു പരിപാടി കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററിലുള്ള അടിപൊളി ഹിസ്റ്ററിയുള്ള വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമ്മൾ 17-30 17.25 റുപ്യ എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി കൊടുക്കാം. 17,25,000 കുറച്ച് കൊടുക്കാൻ പറ്റും. ലോൺ എത്ര കയറുമ്പോ? ലോണൊക്കെ ഐറ്റും കാര്യമൊക്കെ ചെയ്യേണ്ട ആക്കുകയാണെങ്കിൽ ഒരു 15 റുപ്യ കയറി മാക്സിമം ഒരു 2 ലക്ഷം 2.25 ലക്ഷം വണ്ടി ഉണ്ടെങ്കിൽ കസ്റ്റമർ എങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചെയ്തു മാക്സിമം ചെയ്തോക്കാല്ലേ? ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ഇത് 10-12 ആ ലെവലില് 13 വരെ കിട്ടും. മൈലേജും കിട്ടും. അടുത്ത വണ്ടി നല്ല അടിപൊളി ഐറ്റൻ ആണത്. ഇത് ഐറ്റൻ ഗ്രാൻഡ് ആണ്. കാറ്റിൻ കയറുമ്പോ ബാക്ക് ഇറങ്ങാത്ത വണ്ടി. ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. ബാക്ക് ഇറങ്ങൂല. ഇറങ്ങൂലല്ലേ? പിന്നെ ഇത് ആസ്ട്രോ ഓപ്ഷണൽ ആണ്. കമ്പനി അലവില് ബാക്ക് വൈപ്പർ, ബട്ടൺ ഷോട്ട് എല്ലാം വരുന്നുണ്ട്. എത്ര സർവീസ് ബുക്ക് ഒക്കെ ഉണ്ട്. 1 ലക്ഷം ഓട്ടം, 2ാമത്തെ ഓണർഷിപ്പ്. മോഡൽ എത്ര? 2013. ചെറിയൊരു കുഴപ്പമുണ്ട്, കാട്ടി കൊടുത്താളാം. സീറ്റ് ഒന്നേ ശരിയാക്കി കൊടുക്കാം, അല്ലെങ്കിൽ സീറ്റ് അവർ മാറ്റി ഒഴിവാക്കിയാലും ഉള്ളില് പുത്തൻ സീറ്റ് അവർ ഉള്ളത് കംപ്ലൈന്റ് ഉണ്ട്, കാട്ടി കൊടുക്കാനാണ്. ചെറിയ കേടല്ല, സീറ്റ് അവർ ഒഴിവാക്കിയാലും ഉള്ളില് പുത്തൻ സീറ്റ് അവർ ഉണ്ട്. അതുണ്ട്. ഓപ്ഷണൽ വണ്ടിയാണ്. ഓപ്ഷണൽ വണ്ടി. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണമെന്നാല്? ഇത് നമുക്ക് 3.5 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം റുപ്യക്ക് ഐറ്റൻ ഗ്രാൻഡ് ഓപ്ഷണല് ഫുള്ള് വർക്കിംഗ് ആണ്. പിന്നെ ചോദിക്കേണ്ട സാധനങ്ങളൊന്നും എന്തായാലും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഫുൾ ക്വാളിറ്റിയിൽ കൊടുക്കാം. എത്ര 3.5 റുപ്യ കൊടുക്കാം. ചോദ്യം നമുക്ക് അത്രയും ചോദിച്ചാൽ ഇനി കസ്റ്റമർ നമ്മളെ ആൾക്കാർ വന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. ലോണൊക്കെ എത്ര കയറുന്നാല്? ഇത് ലോണ് 2.5-2.25 ആ ലെവലില് റേഞ്ചിലൊക്കെ മാക്സിമം ഒരു 10-15 ഉണ്ടാവണം. ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? ഒരു 15 ആ റേഞ്ചിലൊക്കെ മൈലേജ് എന്തായാലും കിട്ടും. ഓക്കെ. അതേപോലെ അടിപൊളി വാഗണർ ഉണ്ടല്ലോ. വാഗണർ 2013 വണ്ടിയാ. 13 13 ഡബിൾ ഡാഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീട്ടിലും കാര്യമൊക്കെ മാറ്റങ്ങളിലെ
ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ന്യൂ ഷേപ്പ് ആണ്, മോഡൽ കൂടിയ വണ്ടി. 17 13 വണ്ടി. 13 വണ്ടി. ഓക്കെ. ഒരു പെണ്ണുങ്ങളെ 60 ജില്ല ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. വണ്ടി ഇഞ്ചർ റൂമും കാര്യങ്ങളൊക്കെ കാട്ടി കൊടുക്കാം. വണ്ടി ഇഞ്ചർ റൂം കണ്ടിട്ട് ആൾക്കാർ നല്ല ക്ലീൻ വണ്ടി, നല്ല വൃത്തിക്കാരൻ, എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി. സൂപ്പർ വണ്ടി. പണി കാര്യങ്ങളൊന്നും പോവുക, പാനല് മാറുക, ബോണറ്റ് മാറുക, ആ പരിപാടികളൊന്നും ഇല്ല. എല്ലാം കൊണ്ട് ഉഷാറ്. മിയ വണ്ടി. ഇത് ഓണർഷിപ്പ് കണ്ടോ? രണ്ടാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ചോദിച്ചാനാണ്. അത് വെറുതെ ആണല്ലേ? ഏതെങ്കിലും ഒരു വണ്ടി വരികയാണെങ്കിൽ പറഞ്ഞുതരാല്ലേ? പറഞ്ഞേ. സീറ്ററൊക്കെ എല്ലാം ഉഷാറാണല്ലോ. എനിക്കറിയില്ല, നമ്മള് റീപ്ലേസ് ചോദ്യം എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. സീറ്റാർക്ക് ഉഷാറാണ്. എത്ര ചോദിക്കണ്ടേ? ഇത് നമ്മക്ക് 3,10,000 റുപ്യക്ക് കൊടുക്കാം. കൊടുക്കാം. 3,10,000 കൊടുക്കാം. എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാണ്ടാവോ? എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. വരുമ്പോഴൊക്കെ നമ്മൾ അറിയണ്ടോലും കാര്യങ്ങളൊക്കെ ചെയ്തോർക്കാറല്ലേ? നമ്മൾ വീഡിയോ കാണുന്നോലേക്കാരം, അറിയണ്ടോലേക്കാരം, എന്തെങ്കിലൊക്കെ നമുക്ക് കൊണ്ട് കഴിയുന്ന നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ ബ്ലാക്ക് എഡീഷൻ 2010 തന്നെയാണ്. 10 മോഡല് ന്യൂ ഷേപ്പ് വണ്ടി. ന്യൂ ഷേപ്പ് ആണ്. ഇത് VXI. VXI. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഗ്യാരണ്ടി പറയണ്ട. എന്തുകൊണ്ട് വെച്ചാ 10 വണ്ടിയൊന്നും കറക്റ്റ് സർവീസ് ഉണ്ടാവില്ലല്ലോ. ഇല്ല. കറക്റ്റ് സർവീസ്, കമ്പനി ഹിസ്റ്ററി, സർവീസ് കറക്റ്റ് ഒന്നും ഉണ്ടാവില്ല. മീറ്റർ 90 ജില്ലാനാണ് ഓട്ടം കാണിക്കണ്ടേ. ജെന്യൂനിറ്റി സർവീസ് നമ്മൾ പറയണ്ട. റീപ്ലേസും കാര്യങ്ങളും ഇല്ല. മെക്കാനിക്കും ഫുള്ളാണ് വണ്ടി. ടയർ ഇപ്പൊ 4 ഏകദേശം ഫുള്ള് ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ആവശ്യക്കാർക്ക് സീരിയസ് മൈലേജ് ഉള്ള ഒരു വണ്ടി അറിയുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 230 ഒക്കെയാണ്. 2,400 റുപ്യ ഫൈനൽ അതിൽ ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കാം. തേർഡ് പാർട്ടി എടുത്തു കൊടുക്കാം. 10 എന്തായാലും ഒരു 10-60 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാം. ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി നാനോകളാണല്ലോ. നാനോ 2015 രണ്ട് വണ്ടി. 15 നാനോ. 15 രണ്ടും ടിസ്റ്റാ. ഇത് രണ്ടും ടിസ്റ്റാ. ഡിക്കി രണ്ടും ഓപ്പൺ. രണ്ടും മാനുവലാ? മാനുവല്. രണ്ടും മാനുവലാണ്. ഇനി ഓട്ടോമാറ്റിക് വരുത്തുന്നുണ്ട്. അത് വേറെ ഉണ്ട്. കൊടുക്കാം. എത്ര ഓടിക്കണത്? ഇത് രണ്ടും 80 ജില്ലാനോ. അത് 60 ജില്ലാനും ഇത് 80 ജില്ലാനോ. ഇത് 80 ജില്ലാനാണ്, മറ്റേത് 60 ജില്ലാനാണ്. റീപ്ലേസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് അല്ല മെയിൻ ആയിട്ട് നോക്കണ്ടേ. മെയിൻ ആയിട്ട് നാനോ നോക്കൽ തുരുമ്പാണ്. ആ പരിപാടി ഇല്ല. കറക്റ്റ് നമ്മൾ നോക്കിയില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി ചോദിക്കണ്ടേ? ഇത് രണ്ടും 1,45 ചോദിക്കേണ്ട ഒരു 40 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 45 5 വർഷമാണ്. 40,000 രണ്ട് വണ്ടി കൊടുക്കാം. ധൈര്യം പറഞ്ഞു കൊടുക്കാറല്ലേ? എണ്ണ അടിച്ചോടെ 2 കണ്ണും ഇങ്ങനെ തെളുങ്ങുണ്ടല്ലേ? നമ്പർ നോക്കുകയാണെങ്കിൽ 17 നമ്പർ ഉണ്ട്. KL 16 Q0017 അതാ നമ്പർ. ഓക്കെ. മറ്റേ 40-60 നമ്പർ രണ്ടും 40 റുപ്യക്ക് കൊടുക്കാറല്ലേ? 1,40,000 റുപ്യ 2 നാനോ കൊടുക്കാം. അതേപോലെ അടിപൊളി ഇൻഷുറൻസ് രണ്ടിനും പുതിയത് എടുത്തു നോക്കും ചെയ്യാലല്ലേ? പിന്നെ I20 ആണല്ലോ. 2018 ആസ്ട്ര ഓപ്ഷണലാ. ആസ്റ്റ ഓപ്ഷണൽ ആണ്. ലിമിറ്റഡ് ആയിട്ട് വരുന്ന വണ്ടി. 6 എയർ ബാഗ് തന്നെ. 6 എയർ ബാഗ് നല്ല അടിപൊളി I20. കിലോമീറ്റർ ഓടിക്കണേ. 115 ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഡീസൽ കേട്ടോ. ഡീസലാണ്. നല്ല മൈലേജ് ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ചോദിക്കണ്ടില്ല. റീപ്ലേസ്മെന്റ് ചോദിക്കണ്ട. ഇല്ല. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എല്ലാം കൊണ്ടും മിയ വണ്ടി ഉണ്ട്. എന്നാ വണ്ടിക്ക് എത്ര ചോദിക്കണതാല്? ഇത് നമുക്ക് ഒരു 7,000 റുപ്യ ചോദിക്കാം. 7,000 റുപ്യ ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ കമ്മിയായി കൊടുക്കാം. കുറച്ച് കൊടുക്കാം. കൊടുക്കാം. മാക്സിമം ലോൺ കയറോ? 7,000 റുപ്യ റേഞ്ചിലൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. 50,000 മുടക്കില് I20 ആസ്റ്റ ഓപ്ഷനിലുണ്ട്. 6 എയർ ബാഗിലോട്ട് കൊടുക്കാം. അതേ മാർഗമുള്ള അടിപൊളി മൈക്രോണ്. അലവില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? മൈക്രോ 2011 ഡീസലാ. 11 മോളിലാണ്. ഡീസലാണ്. അലോയ് കഷ്ടം ചെയ്തോണ്ടല്ലേ? ചെയ്ത വണ്ടിയാ. ഇത് എത്ര ഓടിക്കുന്നുണ്ട്? XP പ്രീമിയം 160 ഓട്ടം ഓടിക്കുന്നുണ്ട്. നല്ല വണ്ടി. നല്ല മെക്കാനിക്കാ വണ്ടി. നല്ല മെക്കാനിക് ഉഷാറാണ്. ധൈര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കാല്ലേ? ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് നോക്കണം. 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളല്ലേ? വേറെ റീപ്ലേസ് അല്ല അപാകതകളൊന്നുമില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറയാം. നല്ല നമ്മളെ മെക്കാനിക്കൊക്കെ നോക്കിയതാ. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇല്ല. ഡാൽട്ടൺ കളർ ചെയ്തോട്ടില്ല? ചെയ്തതാ.
നുറു കറുപ്പ് അടിച്ച വണ്ടിയാണല്ലേ? ടയറും കാര്യങ്ങളും അലൈവീലും കാര്യങ്ങളൊക്കെ ഫുള്ളുള്ള ഉള്ള വണ്ടിയാണ്. അതൊക്കെ 4 ഫുള്ളാണ്. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് 2.25 റുപ്യ നമ്മൾ ചോദിക്കണ്ടേ. വലിയൊരു മാറ്റില്ലാത്ത കോലത്തിൽ നമ്മൾ കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. 11 ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ. അത് അലവിലൊക്കെ ഷെട്ട വണ്ടിയാണ്. ലോണ് കയറില്ലതുമോ? ലോണൊരു 1.5 റുപ്യ കമ്പനി ചെയ്ത് കൊടുക്കാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. പറയാം. അടുത്തോണ്ട് നല്ല അടിപൊളി ടിയാഗോണത്. നെക്സോൺ അല്ലേ? നെക്സോൺ ആണ്. ടാറ്റന്റെ നെക്സോൺ നെക്സോൺ ആണ്. കാർ വരുന്നുണ്ടല്ലേ? അല്ല, ഇത് ചെയ്തതാണ്. മേലെ ചെയ്തതാണ്. അലോയ്സ് ചെയ്തേക്കണോ എല്ലാം ചെയ്ത് ഫുൾ ആൻഡ്രോയിഡ് സെറ്റ്. ഏകദേശം കണ്ടമാനം നല്ലൊരു പൈസന്റെ ഫിറ്റിംഗ്സ് വണ്ടി വന്നേക്കണം. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിറ്റിംഗ്സിലുണ്ട്. നല്ലൊരു ക്വാളിറ്റിയിലൊരു വണ്ടി ഉദ്ദേശിക്കണേ പറ്റും. നല്ലൊരു വണ്ടിയാ. ടാറ്റന്റെ മൈലേജും ഉണ്ട്. മൈലേജ് ഉണ്ട്. അതെ, 5 സ്റ്റാർ റേറ്റിംഗ് വണ്ടിയാണ്. ആദ്യം ടാറ്റ അറിയുമ്പോ എല്ലാവർക്കും ഒരു പുച്ഛായിരുന്നു. ഇപ്പൊ ടാറ്റ അടിച്ചു കയറിയില്ല. അതെ, ലോറി കെട്ടിയാലും ടാറ്റക്കൊന്നും പറ്റൂല. അതാ വണ്ടി. നല്ല അടിപൊളി ഫീച്ചേഴ്സ്, സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. വരുന്ന വണ്ടി. 3 മോഡ് കാര്യങ്ങൾ അതുകൊണ്ട് സിറ്റി ഡ്രൈവ് അങ്ങനെ 3 മോഡുണ്ട്. സീറ്ററൊക്കെ ഉഷാറാണ്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമുക്ക് 6 റുപ്യ കൊടുക്കാം. 6.60 നമ്മൾ ചോദിക്കണ്ടേ. 10,000 കുറച്ച് 6 ലക്ഷം റുപ്യ കൊടുക്കാം. ലോണൊക്കെ എത്ര കയറും? ലോൺ ഏകദേശം 6 ലക്ഷം റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. വേറെ മേജർ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് ജെന്യൂൻ സർവീസ് ആണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഫുൾ ഫിറ്റിംഗ്സ് ഓണർഷിപ്പ് ആണ്. ഫസ്റ്റ് ഇൻഷുറൻസ് ഉണ്ട്. ഒന്നും നോക്കാല്ല. എണ്ണടിച്ചോടെ മാത്രം മതി. അടുത്ത വണ്ടി ഒരു കിളിക്കുഞ്ഞു വണ്ടിയുള്ള സാൻഡ്രോ. ഇത് 2004 ആണ്. 2004 മോഡലല്ലേ? 2004 മോഡലാണ്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കമ്പനി വരുന്നതാണ്. കമ്പനി വരുന്നതാണ്. അപ്പൊ ചെയ്തോന്നല്ലേ? അല്ല. ഓടിക്കുന്ന എത്ര 1.15 നല്ല ഓടിക്കണ്ടല്ലേ? കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു പൈസക്കുള്ള ഒരു വണ്ടി. ചെറിയ ഫാമിലിക്ക് പറ്റിയ ചെറിയ പൈസ കൊടുക്കാൻ പഠിക്കലേര് കാര്യങ്ങൾ. പിന്നെ കംപ്ലൈന്റ് വരൂലല്ലേ ഈ സാധനത്തിന്. നിങ്ങളെ കാറിന്റെ എടുത്തുകൊണ്ടാണ് രണ്ടും ബ്ലാക്ക് ആണല്ലോ. ഫോർച്യൂണർ പറഞ്ഞമാര് സാൻഡ്രും ബ്ലാക്ക്, നിങ്ങളും ബ്ലാക്ക് ആണ്. ബ്ലാക്ക് വെള്ളിയാഴ്ച അങ്ങനെയാണ്. നമ്മ ഷർട്ടും ബ്ലാക്ക്, ഞാനും ബ്ലാക്ക്, ബ്ലാക്ക്, ആകെ ബ്ലാക്ക്. തുണി മാത്രം വെള്ളം. തുണി മാത്രം ചെറിയൊരു രണ്ടാൾ ഒരേമാതിരി തെളുങ്കൊണ്ട് മാറുന്നുണ്ട്. മുടിയൊക്കെ ചെറിയ വെള്ളം. നിങ്ങള് കുപ്പായ മാത്രം ബ്ലാക്ക്, ബാക്കൊക്കെ വൈറ്റ്. അതാണ്. പിന്നെ എത്ര വയ്ക്കുന്നത്? നല്ലത് 65 റുപ്യ കൊടുക്കാം. 65,000 റുപ്യ കൊടുക്കാം. ചെറിയൊരു പഠിച്ചവർക്കൊക്കെ പറ്റുവണ്ടില്ലേ? മെക്കാനിക്കൊക്കെ ഫുള്ളാട്ടോ. പിന്നെ ഇതിന് കംപ്ലൈന്റ് വരൂലല്ലോ. പെട്രോളം അങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ? കംപ്ലൈന്റ് ഉണ്ടാവില്ല. പിന്നെ അൾട്ടൊക്കെ എടുക്കണ്ടോ അത്ര മൈലേജ് കാര്യങ്ങളൊന്നും ഇത് കിട്ടൂലല്ലേ? നല്ല ഓടിക്കാനും കാര്യമൊക്കെ നല്ല കംഫോർട്ടായി. ഉഷാറായി. 12 മൈലേജ്. 12, 13 ആ ലെവലില് 15ന്റെ ഉള്ളിലൊക്കെ പ്രതീക്ഷ. എന്തായാലും 18 കിട്ടുമല്ലോ. അത് കിട്ടൂല. പക്ഷെ കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഈ വണ്ടി മോഡല് കുറഞ്ഞാലും ഇനിയിപ്പോ നിർത്തിട്ടാലും കുഴപ്പം വരൂല. ഒന്നും വരൂല. അതാണ്. 65,000 റുപ്യ കൊടുക്കാം നമുക്ക്. 65,000 റുപ്യ കൊടുക്കാം. അടുത്ത വണ്ടി അൾട്ടോ. നല്ല അടിപൊളി അൾട്ടോ അല്ലേ? എങ്ങനെ മോഡലായിരുന്നു? മോഡല് 2006. 2006 മോഡലാണ്. നല്ല വണ്ടിയാ. നല്ല ഉഷാറ് വൃത്തിയുള്ള വണ്ടിയാ. എന്നാ എത്ര വരെ പേപ്പർ ഉണ്ട്? ജലദോഷം ഉണ്ട്. അതാണ് ജലദോഷം പിടിച്ചോളൂ. ജലദോഷം മഴ പെയ്യുമ്പോ മഴ ഉണ്ട്. അതാണ് ജലദോഷം ഉണ്ട്. നല്ല വണ്ടി. ഇഞ്ചർ റൂമൊക്കെ നോക്കാം. 2006 എന്ന് പറഞ്ഞാ പറ്റുന്നത്. നല്ല വണ്ടിയാ. ഒരു പല്ലി ഇവിടെ ഉണ്ട് കേട്ടാ. പല്ലുണ്ട്. ഇതിന്റെ പഴയ ആള് വളർത്തണ്ട്. ജീവിയാണ്. വേറെ പണികാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് ഫുള്ളാണ്. പേപ്പറും ഫുള്ളാണ്. ടയർ ഭാഗങ്ങളും ഫുള്ളാണ്. എല്ലാം ഫുള്ളാണ്. AC പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ഉണ്ട്. LXI ആണ്. 2 ഡോർ പവർ വിൻഡോ ഫിറ്റഡ് ഉണ്ട്. എക്സ്ട്രാ ചെയ്ത കമ്പനി സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി. അടിപൊളിയാക്കി ചെയ്ത വണ്ടി. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നത്? ഇത് നമുക്ക് 95 റുപ്യക്ക് കൊടുക്കാം. 95,000 റുപ്യക്ക് 6 മോഡല് 5 വർഷം പേപ്പറുള്ള വണ്ടി. അത് 2 ഡോർ വിൻഡുള്ള വണ്ടി. നല്ലൊരു വണ്ടി കൊടുക്കാറല്ലേ? അൾട്ടോല ചെറിയൊരു വണ്ടി ഉദ്ദേശിക്കേണ്ട ഒരു നല്ലൊരു വണ്ടി അങ്ങനത്തെ നമുക്ക് കൊടുക്കാം. 65,000 റുപ്യ. 95,000 റുപ്യക്ക് 95,000 റുപ്യ ഫുൾ ഗ്യാരണ്ടി വണ്ടികൾ കൊടുക്കാം. നല്ല വണ്ടി നമുക്ക് കൊടുക്കാം. ഇതിന് ലോൺ ഇല്ലല്ലോ? ഇതിന് ലോണൊന്നും കിട്ടൂല. റെഡി ഇടലും നഷ്ടമാണ്. നഷ്ടമാണല്ലേ? വില കുറച്ച് കൊടുക്കാം. അത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് 18 ലെവലിൽ മൈലേജും കിട്ടും. മൈലേജും കിട്ടും. അടുത്ത വണ്ടി ഡാക്സന്റെ റെഡിഗോണ്.
റെഡിഗോ 2016 വണ്ടിയാ. 16 മോഡല് അടിപൊളി റെഡിഗോ. ഇതേ കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഇത് 80,000 കിലോമീറ്റർ ഓടിയാ. സിംഗിൾ ഓണർ വണ്ടി, മലപ്പുറത്ത് പുതിയ വണ്ടി ഇറങ്ങിയത്. മലപ്പുറം 4 ഇറങ്ങിയ വണ്ടി. കവറൊന്നും ചെയ്തിട്ടില്ല. ഉള്ളത് വൃത്തിയിൽ കൊണ്ടെടുക്കണ വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി, മലപ്പുറത്ത് പുതിയ വണ്ടി ഇറങ്ങിയ വണ്ടി അല്ലേ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഡോർ ഏതോ ഒരു പെയിന്റിങ് കാണുന്നില്ലേ, ടച്ചപ്പ് ചെയ്തോണോ അല്ലാതെ വേറെ പ്രശ്നങ്ങൾ. പ്രൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടി ഓപ്ഷനിൽ തന്നെ വരുന്നുണ്ട്. 2 ഡോർ വിൻഡോ, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി മലപ്പുറം വണ്ടി ട്ടാ. എത്ര ആയിക്കണ്ടേ? ഇത് നമുക്ക് 2,10,000 റുപ്യാണ്. 2 ലക്ഷം റുപ്യൊക്കെ നമുക്ക് ഫൈനൽ ആണെങ്കിൽ കൊടുക്കാം. 2 ലക്ഷം റുപ്യ ലോണും ചെയ്യും. കേറും. അടിപൊളി ടാക്സിന്റെ റെഡികൾ കൊണ്ടുപോകാം. ഫുൾ ഗ്യാരണ്ടി വണ്ടി. 18 മൈലേജ് കിട്ടുമല്ലോ. 18 മൈലേജ് സുഖമായിട്ട് എന്തായാലും കിട്ടും. നല്ല ഓടിക്കാൻ സുഖമാണ്. എന്താ വെച്ചാൽ ഹൈറ്റ് ഡ്രൈവിംഗ് ആയതുകൊണ്ട്. അതുകൊണ്ടല്ലേ? അതെ. ഓക്കെ. അടുത്തോണ്ട് ചെറിയ കായ്ക്ക് നമുക്ക് ഒരു A-സ്റ്റാർ കൊടുക്കാം. ഇത് 1.5 റുപ്യൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. മോഡൽ എന്തെങ്കിലും 10 VXI മാറ്റങ്ങൾ ചെയ്ത് കാണ്ടേ കൊടുക്കാല്ലേ? കൊടുക്കവരെ 1.45 റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം. ഒക്കെ ഉണ്ട് ഫുള്ള് ഫിറ്റിങ്സ്. അത് കുറച്ച് മുന്നേ നമ്മൾ കൊടുത്തതേനു. അയാൾ ഗൾഫ് പോയിക്കണം. അപ്പൊ കൊടുത്താളുടെ പറഞ്ഞാണ് കൊടുന്ന് നിർത്തിയതാ. നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല. നല്ല വണ്ടിയാ. ഞമ്മ വില മൂപ്പർക്കൊന്ന് വാട്സപ്പിലൊക്കെ വിട്ടിയാണ്ടേ എന്തെങ്കിലൊക്കെ ചെറിയൊരു പൈസയും കൂടി കമ്മി ആക്കിയാണ്ടേ നമുക്ക് കൊടുക്കാം. ആള് വന്നു കഴിഞ്ഞാൽ സെറ്റ് ആക്കാൻ കൊടുക്കാം. 10 മോളാണ്. പിന്നെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് എന്നാ നോക്കണം. പേപ്പറുകളൊക്കെ തന്നോക്കണം. എല്ലാം ഇൻഷുറൻസ് എടുത്തിട്ടല്ലേ കൊടുക്കുള്ളൂ? അത് പേപ്പർ ക്ലിയറിലല്ലേ നമ്മൾ കൊടുക്കുള്ളൂ അല്ലേ? അല്ലാതെ റോട്ടൊക്കെ ഇറങ്ങൂല. പേപ്പർ ക്ലിയറിലും വണ്ടി ക്ലിയറിലും തന്നെ കൊടുക്കുള്ളൂ. കൊടുത്താണെങ്കിൽ ഒരു മോഡൽ കുറഞ്ഞൊരു വണ്ടിയാണെങ്കിലും ഉപയോഗിക്കാനല്ലേ. അപ്പൊ ഉപയോഗിക്കാൻ ഉള്ള ഒരു കണ്ടീഷനിലേ നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ. ഉപയോഗിക്കാനുള്ള കണ്ടീഷൻ ഇല്ലാത്തൊരു വണ്ടി നമ്മൾ കൊടുക്കൂല. അവിടെ പണി, ഇവിടെ പ്രശ്നം. പിന്നെന്താ വെച്ചാ ഒരു 2010 വണ്ടി ആവുമ്പോ അതിന്റേതായ ഒരു കമ്മികളൊക്കെ ഇപ്പൊ ഏത് വണ്ടിക്കും ഉണ്ടാവില്ല. എന്നാലും നമ്മളൊരു പോലെ എന്തേലും പൈസ ഉണ്ടാക്കി വരുമ്പോ അത് കൊടുക്കുമ്പോ ഒരു മോശമാകാത്ത കോലത്തിൽ തന്നെ നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ കൊടുക്കുള്ളൂ. 1 ലക്ഷം കുറച്ച് കൊടുക്കാം. അവരെ 1.45 ഇനി എന്തെങ്കിലും കമ്മിയാകുമെന്നും കൂടി ഞാൻ ഇന്ന് വിളിച്ച് സംസാരിച്ചാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റാ. അടുത്ത വണ്ടിയല്ല അടിപൊളി സെലറി ഉണ്ടല്ലോ. സെലറി അല്ല, ഇത് ഡീസലാണ്. 14 മോഡല് 15 രജിസ്റ്ററിന്റെ 140 ഓടിയ വണ്ടി. 2ാമത്തെ ഓണർഷിപ്പില്. നല്ല അടിപൊളി മുന്തിരി കളർ. അത് ഇത് മുന്തിരി കളറ്. ഇതിന്റെ ഗ്രേ കളർ വണ്ടി ഉണ്ട്. വേറെ ഉണ്ട് ഗ്രേ കളർ വണ്ടി ഉണ്ട്. ZDI ആണ് വരുന്നത്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. നല്ല വൃത്തിയുള്ള ചുരുക്കുള്ള വണ്ടി കുട്ടപ്പനാക്കാൻ കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നത്? ഇത് നമുക്ക് 5,10,000 റുപ്യാണ്. 5-10 നമുക്ക് ZDI ആണ്. കമ്പനി അലൈവിയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല സീറ്റ് കവർ ഉണ്ട്. ബട്ടൺ ഷാട്ട് വരും. ABS വരും. എയർ ബാഗ് വരും. എല്ലാം വരുന്ന വണ്ടി തന്നെയാണ്. നല്ല അടി ലക്ഷറി ലുക്കിൽ പോകാം. അതെ. അതാണ് ഇതിന്റെ പെട്രോൾ വണ്ടി നമുക്ക് ഒരു അടിപൊളി വണ്ടി ഉണ്ട്. മിയാമിയ വണ്ടി. അതെ. അപ്പൊ ഇത് മോശമാണെന്നല്ല, മോഡൽ അടിപൊളി വണ്ടി നമ്മളെ അടുത്തുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കാട്ടി കൊടുക്കാം. ഇന്നലെ വന്നിട്ടുള്ളൂ. ടച്ച് ചെയ്യാണ്ടാവുമ്പോ അല്ല, പോലീസൊക്കെ കഴിഞ്ഞ എല്ലാം ക്ലിയർ ആക്കി വെച്ചാണല്ലേ? അപ്പൊ ക്ലിയർ ആക്കാൻ ഒന്നും ഇല്ലേനോ. നമ്മളെ മനസ്സമാധാനത്തിനൊന്നും നല്ല വണ്ടി. വീടുകൾ വൈൻഡപ്പ് ചെയ്യണം. ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വിടുക.